ഹലോ ഫ്രണ്ട്സ്, ഹിന്ദു അനാലിസിസിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അവയുടെ വിശകലനത്തിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ഗവൺമെന്റ് വിൽ റിവേർട്ട് ടു സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് ഓഫ് വാക്സിൻസ്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വാക്സിൻസ് ജൂൺ 21 മുതൽ എല്ലാവർക്കും സൗജന്യമായി നൽകും എന്നുള്ളതാണ്. സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ്സിനെ കുറിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനമെടുക്കും എന്നുള്ളതും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. പൂനെ ഫാക്ടറി ഫയറിൽ 18 പേർ മരിച്ച വിവരം ഹിന്ദു ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം നമ്മൾ ആദ്യത്തെ പേജുകളിലെ വാർത്തകളിലേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഇന്റേണൽ അസസ്മെന്റ് ബൈ ജൂൺ 28 എന്നുള്ള മറ്റൊരു വാർത്ത കൂടി +2 എക്സാമിനേഷൻ മാറ്റിവെച്ചിരിക്കുന്നു. കോവിഡ് വ്യാപകമായ സാഹചര്യത്തിൽ വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മുൻപോട്ടേക്ക് പോകുന്ന നടപടിക്രമങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രാദേശിക എയർലൈൻസുകളിൽ ട്രാവൽ ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ളത് കൂടി പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. പിന്നീട് നമ്മൾ ലോക്കൽ പേജുകളിലെ വാർത്ത നമ്മളെ സംബന്ധിച്ച് അത്രയധികം പ്രാധാന്യമൊന്നും അർഹിക്കുന്നവയല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വാക്സിനേഷൻ പെയ്ഡ് ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്നു. ഒറീസയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10% താഴെയായി മാറിയിരിക്കുന്ന മറ്റൊരു വാർത്ത നമ്മൾ കാണുന്നു. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകളിലൂടെ പോകുന്നു. എഡിറ്റോറിയൽ പേജിൽ സ്കൂൾ റാങ്ക്സ് ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റ്സ് വിത്ത് ഗുഡ് സ്കൂൾസ് ക്യാൻ നഡ്ജ് അതേഴ്സ് ഇഫ് ദേ ഹാവ് ദ പൊളിറ്റിക്കൽ വിൽ. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ഒരു attempting to get states into a competitive mode in upgrading their public education system. പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ സ്കൂളുകൾ, പ്രത്യേകിച്ചും പബ്ലിക് സ്കൂളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവുന്നു. നമ്മൾ ഈ എഡിറ്റോറിയൽ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഫെയർ വിൻഡ് എന്ന് പറയുന്ന മറ്റൊരു എഡിറ്റോറിയൽ, ഒരു ഗുഡ് മൺസൂൺ, അത് തീർച്ചയായിട്ടും അഗ്രികൾച്ചറിനെ സ്വാധീനിക്കും, എക്കോണമിയുടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഈ രണ്ട് എഡിറ്റോറിയലുകളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ആ വാർത്തകളിലേക്ക് ഞാൻ പോകുന്നില്ല. സ്റ്റുഡന്റ് സേഫ്റ്റി ഫസ്റ്റ്, അതാണ് ഈ 12ാം ക്ലാസ്സിലെ പരീക്ഷ മാറ്റിവെക്കുമ്പോൾ ഗവൺമെന്റ് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ഗവൺമെന്റ് ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. വാക്സിൻ പ്രൊക്യൂർമെന്റ് സെൻട്രലൈസ്ഡ് ആയിരിക്കും എന്ന പ്രധാനമന്ത്രി ഒന്നാമത്തെ പേജിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷനും കൂടി നടക്കുന്നു. ഇല്ലീഗൽ അഡോപ്ഷൻ കൺട്രോൾ ചെയ്യണം, അതിനെക്കുറിച്ചും സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ്. COVID-19 പാൻഡമിക്കിൽ അനാഥരാക്കപ്പെട്ട കുട്ടികളെ ഒരു റിലേറ്റീവ് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അങ്ങനെയാണ് എങ്കിൽ, ബന്ധുക്കളാണ് എങ്കിൽ പോലും അവർ ലീഗലി അവരെ അഡോപ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഡൊമിനിക്കയിൽ ഒരു കോടതിയിൽ മെഹുൽ ചോസ്കി വരുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളെ കബളിപ്പിച്ചുകൊണ്ട് അന്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യപ്പെടാത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇന്ന് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇതിനെതിരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെട്ടിരിക്കുകയാണ്. തൃണമൂൽ വിൽ ഹാവ് യൂണിറ്റ്സ് അക്രോസ് നേഷൻ, അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുകയാണ്. BJP എല്ലാ സംസ്ഥാനങ്ങളിലും നേരിടാൻ ഞങ്ങൾക്ക് സാധിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് എങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിര രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പഞ്ചാബ് റെസ്ട്രിക്ഷൻസ് ജൂൺ 15 വരെ നീട്ടിയിരിക്കുന്നു. അതുപോലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് COVID-19 ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വാക്സിൻ റൂളിൽ ഗവൺമെന്റ് മാറ്റം വരുത്തുന്നു. കോവിഷീൽഡിന്റെ സെക്കൻഡ് ഡോസ് 28 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ളത്.
300ഓളം ഇന്ത്യൻസ് ചൈനീസ് വാക്സിൻ എടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ട്രാവൽ ബാൻ, പലപ്പോഴും വാക്സിനേഷനും മറ്റും കിട്ടാത്തത് കൊണ്ട് ട്രാവൽ ബാനും മറ്റുമൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തെ നേരിടാനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നത്. ആസിയാൻ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ചൈന ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുന്നു. ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി അദ്ദേഹമാണ് ബയലാറ്ററൽ മീറ്റിംഗ് ഹെഡ് ചെയ്യുന്നത്. പ്രസിഡൻഷ്യൽ പോളിലേക്ക് കെയ്കോ ഫുജിമോറി കാസ്റ്റിലോയെ അപേക്ഷിച്ച് മുൻനിരയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നു. UNG ഇലക്ഷനിൽ മാൽദീവ്സ് ജയിച്ചിരിക്കുന്നു. അബ്ദുള്ള ഷാഹിദ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ സപ്പോർട്ടും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യയും അദ്ദേഹത്തിന്റെ ക്ലോസ് കോഓപ്പറേഷൻ ഇന്ത്യയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ്. കാരണം അഫ്ഗാനിസ്ഥാനും അവര് സപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞു, മാൽദീവ്സിൽ നിന്ന് അവർ നേരത്തെ തന്നെ നമ്മളുടെ പിന്തുണ ആവശ്യപ്പെടുകയും നമ്മൾ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കേ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. Second wave may delay resolutions, increase haircuts. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാൻഡമിക് എക്കണോമിയെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഗൂഗിൾ അഡ്വർടൈസിംഗ് പ്രാക്ടീസസിൽ ചേഞ്ചസ് വരുത്തുന്നത് നമ്മൾ കാണുന്നു. അപ്പം നമ്മളുടെ സ്പോർട്സ് പേജിലേക്ക് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് അത്ര ആവശ്യമുള്ള ഒരു പേജ് അല്ല. നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇന്നത്തെ അനാലിസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹിന്ദുവിന്റെ വാർത്തകളുടെ അനാലിസിസിലേക്ക്, അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീം തയ്യാറാക്കുന്നു അനാലിസിസ് 8-ാം തീയതിയിലെ അനാലിസിസിലേക്ക് നമ്മൾ കിടക്കുന്നു. ഹിന്ദുവിന്റെ അനാലിസിസ്, ഇതിൽ നമുക്ക് പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോകുന്നു. സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റിലേക്ക് ഗവൺമെന്റ് പോകും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് 1-ാമത്തെ പേജിൽ തന്നെ കാണുന്നത്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ വുഡ് റിവേർട്ട് ടു എ സിസ്റ്റം സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് ഓഫ് വാക്സിൻസ് അഗൈൻസ്റ്റ് COVID-19 with the free vaccines to be provided for 18 to 14 age group, as well as with the 25% procurement kept open for the private sector. അതിൽ 25% പ്രൈവറ്റ് സെക്ടറിന് വേണ്ടി മാറ്റിവെക്കും. ജൂൺ 21 മുതൽ ഓപ്പറേഷണൽ ആകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2 ബിഗ് അനൗൺസ്മെന്റ്സ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. 150 രൂപയ്ക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വാക്സിൻ ലഭ്യമാക്കും. ഫ്രീ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ 80 കോടി ആളുകൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം ദീപാവലി വരെ, അതായത് നവംബർ വരെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാക്സിൻ കവറേജിലേക്ക് പോകുമ്പോൾ 2014 വാക്സിൻ കവറേജ് അണ്ടർ ദി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അറൌണ്ട് 16%. ഗവൺമെന്റ് മിഷൻ ഇന്ദ്രധനുഷ് വാക്സിൻ കവറേജിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദു വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. അത് കവറേജ് കൂട്ടുക മാത്രമല്ല, കുട്ടികളുടെ ഹെൽത്ത് കൂടി കണക്കിലെടുത്തിട്ടാണ്. ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 78-ലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള പേരിൽ 85-ൽ പ്രോഗ്രാം യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് മാറി. ഇതൊക്കെയാണ് കൃത്യം അനലിറ്റിക്കലായിട്ട് മനസ്സിലാക്കണം. ഇമ്മ്യൂണൈസേഷൻ കവറേജ് പിന്നീട് കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ in the past immunization coverage have slowed down and it increased at the rate of 1% per year between 2009 and 2013. To accelerate the coverage, Mission Indradhanush was envisaged and implemented since 2015 to rapidly increase the full immunization coverage. മിഷൻ ഇന്ദ്രധനുഷിലേക്ക് നോക്കുമ്പോൾ 89 ലക്ഷം കുട്ടികളാണ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും പ്രഗ്നന്റ് വുമനെയുമാണ് ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. വാക്സിനേഷൻ 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ്, ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്, ടെറ്റനസ്, പോളിയോ, ട്യൂബർക്കുലോസിസ്, ഹെപ്പറ്റൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഹീമോഫീലിയസ്, ഇൻഫ്ലുവൻസ, ടൈപ്പ് ബി ഇൻഫെക്ഷൻസ്, ജാപ്പനീസ് ഇൻസെഫാലിറ്റിസ്, റോട്രാ വൈറസ് വാക്സിൻ, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, മീസൽസ്, റുബെല്ല തുടങ്ങിയവയ്ക്കെതിരെയൊക്കെയുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ട്. നേഷൻ വൈഡ് ഇനിഷ്യേറ്റീവ് ആണ്. ഡിസ്ട്രിക്ട്സ് 50% പാർഷ്യലി വാക്സിനേറ്റഡ് അൺവാക്സിനേറ്റഡ് ചിൽഡ്രൻ, അവർക്കെല്ലാം തന്നെ വാക്സിൻ നൽകും. ഫുൾ ഇമ്മ്യൂണൈസേഷൻ കവറേജ് 6.7% പെർ ഇയർ
എന്നുള്ളത് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് 6% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ദ്രധനുസ്സിൽ. മറ്റൊരു വാർത്ത പേജ് 5 ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പൊളിറ്റിയിൽ വരുന്നതാണ് GS2. അപ്പോൾ എംപതൈസിംഗ് വിത്ത് ദ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇന്റർസെക്സ്, അസെക്ഷൽ ആൻഡ് സച്ച് അതേഴ്സ് കമ്മ്യൂണിറ്റി. Madras High Court directed the Union Minister of Social Justice and Empowerment to enlist non-governmental organizations that could provide counseling, monetary support, legal assistance and protection to them until law could be enacted to protect them. ഇപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ലോ മുഖാന്തരം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ NGOs അവരെ സപ്പോർട്ട് ചെയ്യണം. അതിന് പറ്റുന്ന NGOസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇന്റർവ്യൂ മോഡൽസ് വന്നിരിക്കുന്നു. A young woman who had fled from Madurai to Chennai because their parents are opposed to their relationship. After directing the Madurai police to keep their hands off the issue, High Court decided to pen down an elaborate judgment on the subject at request of the petitioners' counsel. High Court order എന്ന് പറയുന്നത് NGOs അവരുടെ അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, സർവീസസ് എല്ലാം തന്നെ വെബ്സൈറ്റിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ റൈറ്റ്സിനെ കൂടി കണക്കിലെടുക്കാനും. NGOs in consultation with the ministry should maintain confidential records of such persons who approached them and the aggregate data be submitted to the ministry biannually, making it clear that the victims should be provided need-based relief. അവർക്ക് കൗൺസിലിങ്ങോ അല്ലെ മറ്റു സപ്പോർട്ടോ ഒക്കെ തന്നെ NGOs കൊടുക്കണം, അവരുടെ വിവരങ്ങൾ പുറത്തു വിടണമെന്നാണ് പറയുന്നത്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് ഇന്ത്യയിലെ റീസെന്റ് ഇയേഴ്സിൽ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അവർക്കും ധാരാളം റൈറ്റ്സ് ഉണ്ട് അവരെയും. പക്ഷെ ലീഗൽ പ്രൊട്ടക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. സെയിം സെക്സ് മാരേജിന് അത് നമുക്ക് ലീഗൽ ആയിട്ടില്ല. അമേരിക്കയിലൊക്കെ അത് ലീഗൽ ആയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ പീപ്പിൾ ഓഫ് ഇന്ത്യ are allowed to change their legal gender post sex reassignment surgery under legislation passed in 2019. അവർക്ക് ലിംഗ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് അനുവാദം കൊടുക്കുന്നു. ചില സ്റ്റേറ്റുകളൊക്കെ ഹിജ്റാസിന് ട്രഡീഷണൽ തേർഡ് ജെൻഡർ പോപ്പുലേഷൻ സൗത്ത് ഏഷ്യയിലുള്ള ആളുകളാണ്. അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനും ഹൗസിംഗ് പ്രോഗ്രാമും മറ്റുമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. 4,80,000 ട്രാൻസ്ജെൻഡർ പീപ്പിൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ്. അപ്പൊ ഇതൊരു വലിയ നമ്പറാണ്. അവരുടെ റൈറ്റ്സ് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത് സൊസൈറ്റൽ മൊറാലിറ്റി കൂടെ ഭാഗമാണ്. ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ ഇതിൽ വരും. ലിമിറ്റിംഗ് റെക്കഗ്നിഷൻ ഓഫ് മാരേജ് ടു പേഴ്സൺ ഓഫ് ഓപ്പോസിറ്റ് സെക്സ്, അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സാഹചര്യം. സെയിം സെക്സ് മാരേജ് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് അവർക്കൊരു കൃത്യമായ നടപടിക്രമങ്ങളിലേക്കൊക്കെ വരുന്നത് വരെ അവരെ ഏതൊക്കെ തരത്തിലാണ് അവരുടെ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് NGOസിനോട് ഇതിൽ ഇടപെടാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലീഗൽ അഡോപ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. GS2 വരുന്നതാണ്, ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്നത്. നമുക്കറിയാം ധാരാളം ഇല്ലീഗൽ അഡോപ്ഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. ഈ പൈസയൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെയുള്ള പല രീതികളിലേക്കും വരാം. അപ്പൊ ഈ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ അബാൻഡൻ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും അവരുടെ ഡാറ്റ കളക്ട് ചെയ്യണം. ലീഗൽ അഡോപ്ഷൻ, ഒരുപാട് കുട്ടികൾ ഇല്ലാത്ത ദമ്പതികളും മറ്റും കുട്ടികളെ ലീഗലി അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവരെ ലീഗലി അഡോപ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ. അല്ലെങ്കിലുള്ള ഒരു വലിയ പ്രശ്നം, കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഈ കുട്ടികൾ ഒരു ഭാരമാവുകയാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ ഇവർ ഈ കുട്ടികളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും മറ്റും നടത്തും. അതും ഈ കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്ത്യയിലെ ലീഗൽ ഫ്രെയിം വർക്കിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. മുസ്ലിംസ്, ക്രിസ്ത്യൻ, പാഴ്സീസ്, ജൂസ് ആർ ഗവേൺഡ് ബൈ ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് 1890. as formal adoption is not allowed in this religions. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഫോർമൽ അഡോപ്ഷൻ ബുദ്ധിമുട്ടുണ്ട്. ഹിന്ദു, സിഖ്സ്, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻസ് on the other hand follow Hindu adoption and Maintenance Act 1956. അഡോപ്ഷൻ പേഴ്സണൽ ലോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ തന്നെ ഡൈവേഴ്സ് റിലീജിയൻസ് പലപ്പോഴും പല രീതിയിലാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ റിലീജിയസ് ലോസും പലപ്പോഴും അഡോപ്ഷനിൽ പ്രാധാന്യം അർഹിക്കുന്നു. ഇന്ത്യ ഈസ് ഓൾസോ എ സിഗ്നേറ്ററി ഓഫ് UN Convention on the Right of the Child. മറ്റൊരു വാർത്ത, ഫാർമർ പ്രൊട്ടസ്റ്റ് ആണ് 2017 5 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു.
ജനറൽ സ്റ്റഡീസ് 2 ഗവേണൻസിലുള്ള ഒരു വാർത്തയാണ്. ഡാറ്റ പ്രകാരം ആന്റി പോളിസി അജിറ്റേഷൻസ് ആണ് കൂടുതൽ. ഇപ്പൊ കർഷകർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുന്നു. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ ലോൺ വേവറും പലരും ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടില് നടപ്പിലാക്കുന്നില്ല. അതാണ് മറ്റൊരു കാര്യം. ചൈന ആസിയാന്റെ ഫോറിൻ മിനിസ്ട്രി മീറ്റിംഗ് അവര് ഹെഡ് ചെയ്യുന്നു. ആ വാർത്ത ആസിയാനെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസിയാൻ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാഡിനെ ഏഷ്യൻ നാറ്റോ എന്നൊക്കെ ബെയ്ജിംഗ് വിശേഷിപ്പിച്ച ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോ യൂസിങ് ഓഫ് വേർഡ്സ് സച്ച് as ഏഷ്യൻ നാറ്റോ ആസ് എ മൈൻഡ് ഗെയിം വിച്ച് പീപ്പിൾ ആർ പ്ലേയിങ് എന്നാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്. ആസിയാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത്. രാജ്യങ്ങളുമായി, ആസിയാനിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ ആക്ടിവിസ്റ്റ് പോളിസിയുടെ ഭാഗവും കൂടിയാണ്. ഇൻഡോ പസഫിക് വിഷനിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു റീജിയണൽ കൂടിയാണ് ആസിയാൻ. ആസിയാനിലെ കൺട്രീസിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഹൈലൈറ്റഡ് സ്ട്രെസ് കുഡ് ഡിലേ ബാങ്ക് പ്രൈവറ്റൈസേഷൻ. ഫിച്ച് ജനറൽ സ്റ്റഡീസ് 3 എക്കണോമിയിൽ വരുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ഉണ്ട് ടു പബ്ലിക് സെക്ടർ ബാങ്കുകളെ പ്രൈവറ്റൈസ് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ COVID-19 ഹഡിൽസിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. യൂണിയൻസിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ആ പ്രൊജക്ട് നീണ്ടേക്കാം. ബാങ്ക്സ് ടു ഷിഫ്റ്റ് 89,000 crore NPS ടു NARCL നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് 89,000 കോടി രൂപ അത് പിരിഞ്ഞു കിട്ടാത്ത ലോണാണ് അവർ മാറ്റുകയാണ്. ബാഡ് ബാങ്ക് എന്നുള്ള ഒരു ആശയം പുതിയ ബജറ്റ് ഗവൺമെന്റ് കൊണ്ടുവച്ചിരുന്നു. അതായത് ഈ പിരിഞ്ഞു കിട്ടാത്ത കടങ്ങൾ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിക്കുന്നു. അവർ ഈ കടങ്ങൾ പിരിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവരിതൊരു അസറ്റാക്കി മാറ്റും. ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ പെർഫോമിംഗ് അസറ്റാക്കി മാറ്റും. ഈ പിരിഞ്ഞു കിട്ടാത്ത ലോണുകളും മറ്റുമൊക്കെ അത് ഒരു പെർഫോമിംഗ് അസറ്റായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പൂനെ ഫയറിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്. 18 പേര് മരിച്ചു. നമുക്ക് ഡിസാസ്റ്റർ റിസ്കിൽ വരുന്നതാണ്. പലപ്പോഴും ഈ കെമിക്കൽ ആക്സിഡൻസും മറ്റും രാജ്യത്ത് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇടപെടലുകൾ ആവശ്യമാണ്. FDA കണ്ടീഷണലി അപ്രൂവ്സ് കോൺട്രവേഴ്ഷ്യൽ അൽഷിമേഴ്സ് ഡ്രഗ്. GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നതാണ്. US-ന്റെ ഒരു ഫാർമ റെഗുലേറ്റർ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു റൂളിംഗ് തിങ്കളാഴ്ച കൊണ്ടുവന്നിരിക്കുന്നു. അൽഷിമേഴ്സിനുള്ള ഒരു ഡ്രഗ് അഡ്യൂക്യാനുമാബ്, അത് ആ ഡ്രഗ് അഡ്യൂഹെൽ എന്ന ബ്രാൻഡ് നെയിമിൽ അപ്രൂവ് ചെയ്തിരിക്കുക. ഇതിലൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസീസ് ഉള്ള ആളുകൾ അവർ എത്രയും പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞു. സയന്റിഫിക് കമ്മ്യൂണിറ്റി ഈ ഡ്രഗിൽ അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു അതിന്റെ എഫിഷ്യൻസി ട്രയലിൽ. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഡ്രഗ് പുറത്തിറക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പഠനം നടന്നു. അതിശക്തമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. ക്യൂറിനും വലിയ സാധ്യതകളില്ല. എങ്കിൽ പോലും അത് പുറത്തിറക്കുക തന്നെ ചെയ്തിരിക്കുകയാണ്. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് പോകുന്നു. ഗവേണൻസ് GS2-ലെയാണ്. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ പുതിയൊരു അറ്റംപ്റ്റ് സ്റ്റേറ്റില് കോമ്പറ്റീറ്റീവ് മോഡലിലേക്ക് കൊണ്ടുവരികയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ. കാരണം ഒരു പെർഫോമിംഗ് ഗ്രേഡിംഗ് ഇൻഡെക്സ് കൊണ്ടുവരും, ഒരു സ്കോർ കൊണ്ടുവരും. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് സ്കൂൾ എഡ്യൂക്കേഷനെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സെന്ററിന്റെ എഫേർട്ടാണ്. PGI സ്കോറിംഗ് സിസ്റ്റം വരികയാണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്സും ഇത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഗ്രേഡിംഗ് സിസ്റ്റം വരും. അത് സ്കൂളുകളുടെ നിലവാരം വർദ്ധിപ്പിക്കും. In the latest set of scores and grades for pre-COVID-19 year 2019-20, Andaman Nicobar, Chhattisgarh, Kerala, Punjab, തമിഴ്നാട് അവരൊക്കെയാണ് സ്കൂളിംഗിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. അവർക്ക് 1951-നും 1000-നും ഇടയ്ക്കുള്ള പോയിന്റ് സ്ലാബിൽ ഹയസ്റ്റ് അവർ നേടി. 33 സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് അവരുടെ PGI സ്കോർ മുൻപത്തെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട്. മിഡ്ലിംഗ് സ്റ്റേറ്റ്സ് അവർക്കും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില സ്റ്റേറ്റ്സിൽ കാര്യമായ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്ത് നിന്നും ആ മേഖലകളെ കൂടെ ഇംപ്രൂവ് ചെയ്യാനും അവരെ മുഖ്യധാരയുടെ ഭാഗമാക്കുവാനും ഉള്ള ശ്രമമാണ് സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. ഫെയർ വിൻഡ് GS1 ജോഗ്രഫി പ്ലസ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്ക് ഒരു 3rd കോൺസിക്യൂട്ടീവ് ഇയറിൽ സർപ്ലസ് റെയിൻഫോൾ ലഭിച്ചിരിക്കുന്നു. കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നു. മൺസൂൺ റെയിൻസ് 101% ലോങ് പീരീഡ് ആവറേജ് വർദ്ധിച്ചിരിക്കുന്നു 88 സെന്റിമീറ്ററിൽ. ഇതൊക്കെ സന്തോഷകരമായ കാര്യമാണ്. കൂടുതൽ മൺസൂൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമ്പത്ത് എന്നാണ്. കാരണം ഇന്ത്യയിൽ കൃഷി മൺസൂണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോള്
പലപ്പോഴും നമുക്കറിയാം ആ ഒരു പാറ്റേൺ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനു കൂടി സഹായകരമാകും. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ റെയിൻസിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഒരു അഗ്രികൾച്ചറിലുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു ഇന്ത്യൻ എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ അത് സഹായകരമാകും. കാരണം എക്കോണമി ഒരു പരിധി വരെ അഗ്രികൾച്ചറിനെയും കൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ 70% ജനത അഗ്രികൾച്ചറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ചില പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒന്ന് ഫ്ലാഷ് ഫ്ലഡ് ആണ്, ലാൻഡ് സ്ലൈഡ് ആണ്, അല്ലെങ്കിൽ ഡിസീസ് ഔട്ട് ബ്രേക്സ് ഒക്കെയാണ്. എന്തൊക്കെയാണ് എങ്കിലും ഇന്ത്യ ഒരു മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിലേക്ക് അവയുടെ വ്യക്തമായ ഇംപ്ലിമെന്റേഷൻസിലേക്കും ഒക്കെ തന്നെ പോകുമ്പോൾ ഇത് രാജ്യത്തെ പുരോഗതിയിലേക്ക് തന്നെ നയിക്കും. കൂടുതൽ മഴ, കൂടുതൽ എക്കണോമിക് ഗ്രോത്തിലേക്ക് കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. IR ബന്ധപ്പെട്ട് GS2 ഒരു വാർത്ത, ബെലിയർജറൻസ് ആൻഡ് പുഷ് ബാക്ക്, ബ്രേസൺ ഡിസ്പ്ലേ ഓഫ് വാൾഫാരിയർ ഡിപ്ലോമസി. ചൈന സ്ട്രേഞ്ച് വാർണിംഗ് ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുകയാണ്. It has tried to cultivate assiduously over several years. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? A minor anti-China initiative. China considers the Quad to be a minor anti-China initiative. Chinese ambassador to Bangladesh warned Dhaka that there will be substantial damage in bilateral ties between China and Bangladesh if the latter joins the Quad. Quadല് ബംഗ്ലാദേശ് ജോയിൻ ചെയ്താൽ അത് ചൈനയായിട്ടുള്ള ബന്ധത്തില് വലിയ പ്രശ്നം സൃഷ്ടിക്കും. ഇങ്ങനെയൊന്നും ഡിപ്ലോമസിയിൽ പറയാൻ പാടില്ല. എന്തായാലും വളരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലൊക്കെയാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. എന്താണെങ്കിലും നമുക്കതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ചൈനയുടെ ഡിപ്ലോമസി രീതികളിലെ മാറ്റം വരേണ്ടത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. LGBT Pride Month അത് commemorate Stonewall riots in 1969 to recognize the impact of LGBT people who have world over. ഇത് ഏത് മാസമാണ് ഇത് നടക്കുന്നത്? ഈ പ്രൈഡ് മന്ത് ആയിട്ട് ജൂൺ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കീ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ചൈൽഡ് അഡോപ്ഷൻ റെഗുലേറ്ററി അതോറിറ്റി. താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? ഇറ്റ് ഈസ് an autonomous body under Ministry of Women and Child Development. It is nodal body for adoption of Indian children and it regulates in-country and inter-country adoption. രണ്ടും ശരിയാണ്. India is a member of which of the following? Answer 2 and 3. B. India Association of Southeast Asian Nations plus 6 summits. East Asia Summit. ഇത് രണ്ടിലും മെമ്പർ. With reference to birthday, consider the following statement. Scientists from Jawaharlal Nehru University for Advanced Scientific Research have recently modified the structure of berberine into bird day to use Alzheimer's inhibitor. Alzheimer's disease is the most prevalent neurodegenerative disorder and accounts for more than 70% of all dementia. രണ്ടും ശരിയാണ്. C ആണ്. മിഷൻ ഇന്ദ്രധനുഷ് വാക്സിൻ ഏതിനൊക്കെ ആണ് നൽകുന്നത്? 1, 2, 3 മൂന്നും ശരിയാണ്. ഡയറിയ, ജപ്പനീസ് എൻസെഫാലിറ്റിസ്, ന്യൂമോകോക്കൽ കോൺജുഗേറ്റീവ് വാക്സിൻ. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും നമ്മുടെ അനാലിസിസ് കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നന്മകളും നേരും. നന്മകൾ ഉണ്ടാവട്ടെ.